മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങൾ ഉൾക്കൊള്ളിച്ചതിന് സംഘപരിവാറും ഹിന്ദുത്വ തീവ്രവാദികളും എമ്പുരാനെതിരെ രംഗത്തെത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്ത് കലാപം സമൂഹത്തിൽ വീണ്ടും ചർച്ചയാകുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത പേരാണ് ബിൽക്കിസ് ബാനു. ഗുജറാത്ത് കലാപത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ബിൽക്കിസ് ബാനു. 2002 മാർച്ച് 3 ബിൽക്കിസ് ബാനു അതിക്രൂരമായി കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുന്നത്. ഗുജറാത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയമായിരുന്നു അത്. ഹിന്ദുത്വ തീവ്രവാദികൾ മുസ്ലിങ്ങളെ വേട്ടയാടുകയായിരുന്നു. ഗോദ്രയിൽ തീവണ്ടിക്ക് തീപിടിച്ച് ഹിന്ദു ഭക്തരും കർസേവകരും കൊല്ലപ്പെട്ടതിന് പകരമായാണ് ഗുജറാത്ത് കലാപമെന്ന് സംഘപരിവാർ ന്യായീകരണം നടത്തി. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടത് ഒട്ടേറെ നിഷ്കളങ്കരായ മനുഷ്യർക്ക്. ബലാത്സംഗം നടക്കുമ്പോൾ ബിൽക്കിസ് ബാനു 5 മാസം ഗർഭിണിയായിരുന്നു. ബിൽക്കിസ് ബാനുവിൻ്റെ കുടുംബത്തിലെ 14 പേരെ കലാപകാരികൾ കൊലപ്പെടുത്തി. മാർച്ച് 4 ബിൽക്കിസ് ബാനുവിനെ ലിംഗേത പോലീസ് സ്റ്റേഷനിലെത്തിച്ച് FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ FIRൽ ബിൽക്കിസ് ബാനു ബലാത്സംഗത്തിന് ഇരയായ കാര്യം നൽകിയിരുന്നില്ല. പിന്നീട് ബിൽക്കിസ് ബാനു നടത്തിയ നിയമ പോരാട്ടം ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ സുപ്രധാന ഏടാണ്. ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2022 ബിൽക്കിസ് ബാനു കേസ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു. കൂട്ടബലാത്സംഗ കേസിൽ ജയിൽവാസം അനുഭവിച്ചിരുന്ന 11 പ്രതികളെ ഗുജറാത്ത് സർക്കാർ നല്ല നടപ്പിൻ്റെ പേരിൽ ജയിൽ മോചിതരാക്കിയതാണ് കാരണം. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ചാണ് ജയിലിലെ നല്ല നടപ്പിൻ്റെ പേരിൽ പ്രതികളെ ജയിൽ മോചിതരാക്കാൻ ഗുജറാത്ത് സർക്കാർ തീരുമാനിച്ചത്. ഇതിനെതിരെ ബിൽക്കിസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചു. ഗുജറാത്ത് സർക്കാരിൻ്റെ തീരുമാനത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. പ്രതികളെ മോചിപ്പിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കി. പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് എന്ത് അധികാരമാണുള്ളതെന്ന് കോടതി ചോദിച്ചു. ബിൽക്കിസ് ബാനുവിനെ കൂടാതെ മഹുവ മൊയ്ത്രി, CPM PB അംഗം സുഭാഷിണി അലി എന്നിവരും ഗുജറാത്ത് സർക്കാരിൻ്റെ നടപടി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഗുജറാത്ത് സർക്കാരിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും എല്ലാ പ്രതികളും ജയിലിലേക്ക് തിരിച്ചെത്തണമെന്ന് വിധിക്കുകയും ചെയ്തു.